നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കി ഗസയിൽ അനിശ്ചിത കാലത്തേക്ക് കൂടി യുദ്ധം തുടരുന്നതിന് എതിർപ്പില്ല എന്ന് ഇസ്രായേലിനോട് അമേരിക്ക. എന്നാൽ ആവശ്യമുള്ള സമയത്തിനപ്പുറം യുദ്ധം ദീർഘിപ്പിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ബന്ദികളുടെ മോചനവും ഗസയിൽ കൂടുതൽ സഹായം എത്തിക്കുവാനും ലക്ഷ്യമിട്ടിട്ടുള്ള താൽക്കാലിക വെടിനിർത്തലിനായി ശ്രമം തുടരും. സമഗ്ര വെടിനിർത്തലിന് തയ്യാറാകാതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് ഹമാസ് ഉള്ളത്. ഗൾഫിൽ കപ്പലുകളുടെയും സേനയുടെയും സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പെന്റഗൺ അറിയിച്ചു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ലോകരാജ്യങ്ങളുടെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിനെ തുരത്തേണ്ടതിന്റെ ആവശ്യകത നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഗാന്റസും ജേക്ക് സള്ളിവനെ ധരിപ്പിച്ചു. സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കി വേണം യുദ്ധമെന്ന ബൈഡന്റെ സന്ദേശം ഇസ്രായേലിന് കൈമാറിയെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. യുദ്ധം എത്ര വരെ വേണമെന്നത് ഇസ്രായേലാണ് തീരുമാനിക്കേണ്ടതെന്നും ആവശ്യത്തിൽ കൂടുതൽ ഒരു ദിവസം പോലും യുദ്ധം ദീർഘിപ്പിക്കരുതെന്നും US സ്റ്റേറ്റ് വകുപ്പും അറിയിച്ചു. ഗസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിയതായും US സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കി. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് യുക്തമായ നടപടി സ്വീകരിക്കുവാൻ മൊസാദ് മേധാവിയെ നെതന്യാഹു ചുമതലപ്പെടുത്തി. ഇക്കാര്യത്തിൽ മൊസാദിന് സ്വന്തം നിലയ്ക്കുള്ള പദ്ധതിയും നടപടിയും കൈക്കൊള്ളാനും അനുമതി നൽകി. ബന്ദികളായി തുടരുന്ന ഇസ്രായേലികളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിലേക്ക് വൻ മാർച്ച് നടത്തി. ഹമാസുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ബന്ദികളെ സുരക്ഷിതരായി തിരികെ കൊണ്ടുവരണമെന്നുമാണ് ആയിരങ്ങൾ മാർച്ചിൽ ആവശ്യപ്പെട്ടത്. 137 ബന്ദികൾ ഹമാസിന്റെ പിടിയിലുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പിന്നിട്ട ദിവസങ്ങളിൽ ഹമാസ് ചെറുത്തുനിൽപ്പിൽ വൻ സൈനിക നാശം സംഭവിച്ചതും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി. സമഗ്ര വെടിനിർത്തലില്ലാതെ ചർച്ചയില്ലെന്ന് ഇസ്ലാമിക് ജിഹാദും അറിയിച്ചു. അതേസമയം താൽക്കാലിക വെടിനിർത്തൽ ആവശ്യം ശക്തമാക്കി ബ്രസീലിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി. സ്പെയിൻ, ബെൽജിയം, മാൾട്ട, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ചത്. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് വിസ നൽകില്ലെന്ന UK പ്രഖ്യാപനവും ഇസ്രായേലിന് തിരിച്ചടിയായി. അതിന്റെ തെക്കൻ ഗസയിൽ ഈജിപ്തുമായുള്ള അതിർത്തിയിലെ റഫേലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. വടക്കൻ ഗസയും മധ്യ ഗസയും തകർത്ത ഇസ്രായേൽ സൈന്യം തെക്കൻ ഗസയിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കി. ഇന്നലെ മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ 179 പേർ കൊല്ലപ്പെട്ടു, 303 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ഗസയിലെ മരണസംഖ്യ 18,787 ഉയർന്നു. 1,00,000-ലേറെ പേർ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ്. കരയുദ്ധത്തിൽ ഹമാസ് പോരാളികളുടെ തിരിച്ചടി ഇസ്രായേലിന് ഇന്നലെയും വലിയ ആഘാതമായി. 1 ഡസനിലേറെ സൈനികരെ കൊലപ്പെടുത്തിയെന്നും നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായും അൽ-ഖസാം ബ്രിഗേഡ് അറിയിച്ചു. ഇന്നലെ മാത്രം ഇസ്രായേലിലെ സൊറാക്ക ആശുപത്രിയിലേക്ക് പരിക്കേറ്റ 35 സൈനികരെയാണ് കൊണ്ടുവന്നത്. ഇവരിൽ 8 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും സൈന്യം പറയുന്നു. ഇസ്രായേലിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ചിട്ടും അത് അംഗീകരിക്കാൻ വിസമ്മതിച്ചതാണ് ചരക്ക് കപ്പൽ സൈനികമായി പിടിച്ചെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഹുത്തികൾ. ഗൾഫിൽ കപ്പലുകളുടെയും സേനകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിച്ചു വരുന്നതായി പെന്റഗണും അറിയിച്ചു. അതേസമയം ഒക്ടോബർ 7-ന് ശേഷം ഹമാസ് ആക്രമണത്തിൽ സൈന്യത്തിനുണ്ടായ നഷ്ടങ്ങൾ പുറത്തു വന്നതിനും അപ്പുറത്താണെന്ന് ഇസ്രായേൽ പത്രം. പ്രമുഖ മാധ്യമമായ ഹാരറ്റ്സ് ആണ് സൈന്യത്തിന്റെ കണക്കുകൾ തള്ളിക്കൊണ്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. ആശുപത്രി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഹാരറ്റ്സ് റിപ്പോർട്ട്. ഒക്ടോബർ 7-നും ഡിസംബർ 10-നും ഇടയിൽ സൈനികരും സിവിലിയന്മാരും ഉൾപ്പെടെ 10,548 പേരെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരം. ഇതിൽ 471 പേർ ഗുരുതരാവസ്ഥയിലും 868 പേർ ഭേദപ്പെട്ട നിലയിലുമാണെന്നുള്ളത് പത്രം ചൂണ്ടിക്കാട്ടുന്നു. ഹമാസിന്റെ മിന്നലാക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് കഴിഞ്ഞ ദിവസം പരിക്കേറ്റ സൈനികരുടെ എണ്ണം ഇസ്രായേൽ പുറത്തുവിട്ടത്. 1593 സൈനികർക്ക് പരിക്കേറ്റെന്നാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുള്ളത്. 255 സൈനികരുടെ നില ഗുരുതരമാണെന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 446 പരിക്കുകൾ താരതമ്യേന ഗുരുതരമല്ല. 892 പേർക്ക് നിസ്സാരമായ പരിക്കുകളാണ് ഉള്ളതെന്ന് സൈന്യം അവകാശപ്പെടുന്നു. എന്നാൽ സൈനികരെ പ്രവേശിപ്പിച്ച ആശുപത്രികളിൽ പരിശോധിക്കുമ്പോഴാണ് വലിയ അന്തരം വെളിപ്പെടുന്നതെന്ന് ഹാരറ്റ്സ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. സൈന്യത്തിന്റെ കണക്കും ആശുപത്രിയിലെ വിവരവും തമ്മിൽ വമ്പൻ വ്യത്യാസമുണ്ടെന്നാണ് പത്രം ചൂണ്ടിക്കാട്ടുന്നത്. സൈന്യത്തിന്റെ കണക്കിലും ഇരട്ടി വരും ആശുപത്രികളിലുള്ള സൈനികരെന്ന് റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. അഷ്കലോണിലെ ബെർസിലായ് മെഡിക്കൽ സെന്ററിൽ മാത്രം 1949 സൈനികർ കഴിയുന്നുണ്ട്. യുദ്ധത്തിനിടയിൽ 3117 പേർ ഇവിടെ ചികിത്സ തേടിയിട്ടുണ്ട്. സൈന്യത്തിന്റെ കണക്കിൽ ആകെ 1500 പേർക്ക് പരിക്കേറ്റെന്ന് പറയുമ്പോഴാണ് ഒറ്റ ആശുപത്രിയിൽ തന്നെ 2000-ഓളം സൈനികരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പത്രം ചൂണ്ടിക്കാട്ടുന്നത്. അഷ്ദോദിലെ അശുദ്ധ ആശുപത്രിയിൽ 178, തെൽ അവീവിലെ ഇക്കിലോവിൽ 148, ഹൈഫയിലെ റംബാവിൽ 181, ജെറുസലേമിലെ തന്നെ ഷെരൈ സൊദക്കിൽ 139 എന്നിങ്ങനെ സൈനികരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ കണക്കുകൾ നിരത്തുന്നു. അതിനു പുറമെ സൊറാക്ക മെഡിക്കൽ സെന്ററിൽ 1000-ഓളം പേരെയും തെൽഹ ഷോമറിലെ ഷെബ മെഡിക്കൽ സെന്ററിൽ 650 പേരെയും പ്രവേശിപ്പിച്ചതിന്റെ കണക്കുകളും ഹാരറ്റ്സ് പുറത്തുവിടുന്നുണ്ട്.
നിലവിൽ ആശുപത്രികളിൽ കഴിയുന്നവരുടെ ഭാഗികമായ വിവരങ്ങൾ മാത്രമാണ് ഇവയെല്ലാമെന്നും പത്രം പറയുന്നുണ്ട്. നേരത്തെ ആശുപത്രി വിട്ടവരും അന്വേഷണ പരിധിയിൽ വരാത്ത സ്ഥലങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും ഇതിനു പുറമെ വരുമെന്നും ഹാരിസ് റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഇസ്രായേലിലെ പൊതുജനാരോഗ്യ വിഭാഗത്തിൽ കൂടുതൽ മനഃശാസ്ത്രജ്ഞരെ നിയമിക്കുവാൻ തീരുമാനമായി. ധനകാര്യ മന്ത്രാലയവും ആരോഗ്യ വകുപ്പും ഹിസ്റ്റാഡ്രട്ട് ലേബർ യൂണിയനും ചേർന്ന് ഇത് സംബന്ധിച്ച് കരാറിലെത്തി. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ജനങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിച്ചതിനെ തുടർന്നാണ് തീരുമാനം. പൊതുമേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ അങ്ങനെ തന്നെ തുടരാനും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ പൊതുമേഖലയിലേക്ക് കൊണ്ടുവരാനും പ്രേരിപ്പിക്കുന്നതാണ് പുതിയ കരാർ. മനഃശാസ്ത്രജ്ഞർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും അനുസരിച്ച് പ്രത്യേക സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് കരാർ. ഉദാഹരണമായി നിലവിൽ പൊതുമേഖലയിൽ 50% സേവനം ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞൻ അത് 75% വർദ്ധിപ്പിച്ചാൽ 42,000 ഇസ്രായേലി ഷെക്കേൽ അധികം ലഭിക്കും. നിലവിൽ ഇത് താൽക്കാലിക സംവിധാനമാണെന്നും പൊതുമേഖലയിലെ മനഃശാസ്ത്രജ്ഞരുമായി ഒരു ദീർഘകാല കരാറായി ഇത് ആലോചിക്കുന്നുണ്ടെന്നും ഹിസ്റ്റാഡ്രട്ട് പ്രതിനിധി പറഞ്ഞു. നന്ദി, നമസ്കാരം.